കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ച മലപ്പുറം സ്വദേശിനി 18-കാരിക്ക് നിപ സ്ഥിരീകരിച്ചതിനാൽ ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു. യുവതി ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രി ഡോക്ടർമാരടക്കം 43 ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിലാണ്. നിപ സംശയമുള്ള രോഗികളെ പ്രവേശിപ്പിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക വാർഡ് അനുവദിച്ചു. കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി. AK ലതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ലതീഷ്, എല്ലാ രീതിയിലുള്ള മുൻകരുതൽ നടപടികളും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ കൂടി പ്രത്യേക വാർഡും അതുപോലെ തന്നെ കൺട്രോൾ റൂം എല്ലാം അവിടെ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ യുവതി ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരടക്കം 43 ആരോഗ്യ പ്രവർത്തകരാണ് നിലവിൽ നിരീക്ഷണത്തിലുള്ളത്. കോഴിക്കോട് ജില്ലയിൽ 43 ആരോഗ്യ പ്രവർത്തകർ മാത്രമാണ് നിപ സമ്പർക്ക പട്ടികയുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലുള്ളത്. ഇവരോട് ക്വാറന്റൈനിൽ പോവാൻ നിലവിൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ കൂടുതലും സ്വകാര്യ ആശുപത്രിയിലെ യുവതി ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാരാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജനും 2 സഹായികളും ഉൾപ്പെടെയുള്ള 3 പേരും ക്വാറന്റൈനിൽ പ്രവേശിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർക്കാർക്കും നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങളോ മറ്റോ ഒന്നും ഇല്ല. പ്രതിരോധ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് ഇവർ ക്വാറന്റൈനിൽ പ്രവേശിച്ചിരിക്കുന്നത്. നിപ സംശയമുള്ള രോഗികൾക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക പേവാർഡ് ഇതിനകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശ അനുസരണമാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് ഇന്നലെ തന്നെ കടന്നിരിക്കുന്നത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം കോഴിക്കോട് ജില്ലയിലും തുടരുന്നുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിനകം തന്നെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ കൺട്രോൾ റൂമും കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ നമ്പർ ഉൾപ്പെടെ നമ്മൾ ഇന്നലെ തന്നെ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം കോഴിക്കോട് ജില്ലയിൽ ഇല്ല എങ്കിൽ പോലും ഈ മലപ്പുറത്തെ മങ്കടയിലെ സ്വദേശിനിയായ 18-കാരി കോഴിക്കോട് ചികിത്സ തേടിയ ഒരു സാഹചര്യത്തിലും അവരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ സാഹചര്യത്തിലുമാണ് ഇത്തരത്തിലൊരു നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി രതീഷ്. AK ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.